എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഈ കാണുന്ന വീടാട്ടോ. 5 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റ് വീടും. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരം. വെള്ളത്തിന് കുഴൽ കിണറും ഉണ്ട്, പിന്നെ കണ്ടില്ലേ പൈപ്പിൻ്റെ കണക്ഷനും ഉണ്ട് കേട്ടോ. കാറൊക്കെ നിർത്താനുള്ള ഷെഡ് മുറ്റമൊക്കെ ഉണ്ട് അത്യാവശ്യം. അതുപോലെ എല്ലാവിധ വാഹനങ്ങളും വരുന്ന റോഡാണ്. വീട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും വരും. ഈ വീടിൻ്റെ 500 മീറ്റർ മാറിയിട്ട് ബസ് റൂട്ട് ഉണ്ട് കേട്ടോ. കായ്ക്കുന്ന 1-2 തെങ്ങുണ്ട്. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ഇവിടെ വാഷ് ചെയ്യാനുള്ള കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇതിൻ്റെ കുഴൽക്കിണർ കേട്ടോ. അടുക്കളയുടെ പുറകുവശമാണിത്. ബോർവെല്ല് ഈ ഭാഗത്താണ് കേട്ടോ. അതാണ് അടുക്കളയുടെ പുറകുവശത്താണ് ബോർവെല്ല്. അതുപോലെ ചുറ്റും മതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ടൈൽസൊക്കെ പതിച്ച് ഇരിക്കാനുള്ള സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എങ്കിലും എല്ലാവരും ക്ഷമിക്കുക. 4 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മുടെ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു നീളത്തിലുള്ളൊരു ലിവിങ് ഏരിയ. നല്ല വൃത്തിയുള്ള വീടാട്ടോ. അധികം പരിക്കൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള വീടാണ്. ആർക്കും ഇഷ്ടപ്പെടും. വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ ആർക്കും ഇഷ്ടപ്പെടും. ഈ ഹാളിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ കയറുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഡൈനിങ് ഏരിയ, പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, അടുക്കളയിലേക്കുള്ള എൻട്രൻസ്, അതുപോലെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഏതാണ്ടില്ലേ വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ ആദ്യത്തെ ബെഡ്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് അടുക്കളയിലേക്കുള്ള എൻട്രൻസ്. അങ്ങനെയാണ് ഇതിൻ്റെ താഴത്തെ സെറ്റിങ്സ്. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്ടില്ലേ, അത്യാവശ്യം 10x10 സൈസ് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. താഴെയുള്ള 2 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. പിന്നെ ഉള്ളത് മുകളിൽ 2 ബെഡ്റൂമാണ്. അതിൽ ഒരെണ്ണമാണ് അറ്റാച്ച്ഡ്. ഇതാണ് ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ. ഈ വീടിൻ്റെ താഴത്തെ നില ആദ്യം ഉള്ള വീടാണ്. ഏകദേശം ഒരു 10 വർഷം ആയിട്ടുള്ളൂ. മുകളിലേക്ക് ഇപ്പോൾ എടുത്തതാണ്, പുതിയതായിട്ട് എടുത്തതാണ് 2 ബെഡ്റൂം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വീടുകൾ ഓരോ ഏരിയയിലും നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ആ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് എത്തി, ഡൈനിങ് ഹാളിലേക്ക് എത്തി. അതിൻ്റെ തൊട്ട് അടുക്കള കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള അടുക്കളയാണ്. ഷെൽഫ്, ചുമരുമ്പിൽ ഷെൽഫ്, മുകളിൽ റാക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. സ്ലാബിൻ്റെ അടിയിലെ ഇവിടെ നല്ലൊരു ഷെൽഫുണ്ട്. ഈ സ്ലാബിൻ്റെ അടിയിലത്തെ ഷെൽഫുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഈ വീടിൻ്റെ പരിസരത്തായിട്ട് തന്നെയാണ് പള്ളി, മദ്രസ, സ്കൂളുണ്ട്, കോളേജുണ്ട്, എല്ലാവിധ ആരാധനാലയങ്ങളുണ്ട്. എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. അടുക്കളയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി, ഇവിടെ ഷീറ്റ് ഇട്ട ഭാഗമാണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വിറകടുപ്പ് ഇവിടെയാണ്. അതുപോലെ പാത്രം കഴുകാനുള്ളൊരു വലിയ സംവിധാനം. ഇത് ഓപ്പൺ ഗ്രില്ലിട്ടിട്ട് ഒരു പാത്രം കഴുകാനുള്ള സൗകര്യം. അത് ഇവിടെ ഓപ്പൺ ഗ്രില്ലിട്ടിട്ട് എയർ പാസിങ്ങിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ഡോറൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇതൊരു ബാത്റൂമാണ്. പക്ഷേ അതിൽ ക്ലോസറ്റ് വെച്ചിട്ടില്ല. ആവശ്യമുള്ളവർക്ക് അത് ക്ലോസറ്റ് വെച്ചൊരു ഡോറും വെച്ചാൽ ആ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. മുകളിൽ 2 റൂമാണ് കേട്ടോ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. അവരിപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെയാണ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഇടത് ഭാഗത്തൊരു ബെഡ്റൂം, ഇതാണ്ടോ വലത് ഭാഗത്തൊരു ബെഡ്റൂം. ഇത് മുകളിൽ ഇരുമ്പിൻ്റെ കഴുക്കോലും പട്ടിയൊക്കെയാണ് കേട്ടോ. ഒരു ഓടാണ് പതിച്ചിരിക്കുന്നത്. അത് കാരണം ചൂടൊന്നും ഉണ്ടാവില്ല. ഒരു സീലിംഗ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇത് ചെയ്തത്. ഇനി വാങ്ങുന്നവർക്ക് സീലിംഗ് ചെയ്താൽ ഒന്നും കൂടി ഫിനിഷിംഗ് ആവും.
ചെതലൊന്നും ഉണ്ടാവില്ല, ഇരുമ്പിൻ്റെയാണ് കഴുക്കോലും പട്ടിയൊക്കെ. ഇത് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഓപ്പൺ ടെറസാണിത് കേട്ടോ. ഇപ്പോൾ അവിടെ ബാൽക്കണി പോലെയൊക്കെ സെറ്റ് ചെയ്യുക ഈ ബെഡ്റൂമിൽ നിന്ന്. അപ്പോൾ ഒരു ബെഡ്റൂം ബാൽക്കണി പോലെ രണ്ടും ചെയ്യാം കേട്ടോ. ഇത് പിൻഭാഗത്തെ ബെഡ്റൂമാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മുന്നിലേക്കുള്ള ഡോറ്. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ, ഒരു 3 ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട് ഈ റൂം. അതെങ്ങനെ അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് ഒരു എൽ ഷേപ്പിലാണ് ഈ ബെഡ്റൂം. കണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഒരു നിലക്കിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം കണ്ടോ, നല്ല വലിപ്പമുണ്ട്. അതിൽ ക്ലോസറ്റൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, വർക്ക് കഴിയണുള്ളൂ. പുതുതായിട്ട് ഇപ്പോൾ എടുത്തതാണ് അവർ. ഈ വീടും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് 28 ലക്ഷം രൂപയാണ് കേട്ടോ. വില എന്തുകൊണ്ടും ലാഭം കേട്ടോ, കാരണം 1700 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം മുകളിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് എടുത്തത്. നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ. ആവശ്യമുള്ളവർ വിളിച്ചോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.